ലോകകപ്പിന് ഇനി 1 വർഷം കൂടിയുണ്ട്. എങ്ങനെയായിരിക്കും ഓരോ ടീമിന്റെയും സ്ക്വാഡ് സെറ്റിംഗ് ഉണ്ടാവുക? കഴിഞ്ഞ ലോകകപ്പിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തമായി യുവനിരയെ പരിചയസമ്പന്നരായ കളിക്കാരുമായി കൂടുതൽ ബ്ലെൻഡ് ചെയ്യുന്ന തരത്തിലായിരിക്കും സ്കലോണി അർജന്റീനയെ ഇറക്കുക. നിക്കോ പാസ്, എച്ചവേരി, കാർബോണി, ഗർനാച്ചോ ഒക്കെ ടീമിന് മറ്റൊരു ഫേസ് നൽകും. മെസ്സിക്ക് ഏത് പൊസിഷനിലും എപ്പോഴും കളിക്കാമെങ്കിലും സ്കലോണി എങ്ങനെ തീരുമാനമെടുക്കുമെന്ന് പറയാനാകില്ല. ഡീപ്പ് പ്ലേമേക്കറുടെ റോളിലേക്ക് മെസ്സി മാറിയാൽ ടീമിന് കൂടുതൽ കരുത്താകുമെന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. യമാലും പെദ്രിയും ഗാവിയും നിക്കോയും ഒക്കെ കൂടിയുള്ള ഒരു ടിക്കി ടാക്ക സ്പെയിനിൽ നിന്ന് കാണാൻ കഴിയും. അടുത്ത ലോകകപ്പ് നേടാൻ സാധ്യതയേറെ കൽപ്പിക്കുന്ന ടീമാണെങ്കിലും ഒരു പെർഫെക്റ്റ് ഫിനിഷറുടെ കുറവ് സ്പെയിനിലുണ്ട്. ആഞ്ചലോട്ടിയുടെ സൈനിങ് ബ്രസീലിയൻ പ്രതീക്ഷകളുടെ കുതിപ്പിന് വലിയ കാരണമാണ്. ഡിഫൻസിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ആശയക്കുഴപ്പം പരിഹരിച്ചാൽ അടുത്ത ലോകകപ്പിന് ബ്രസീൽ സെറ്റാണ്. നെയ്മർ ഉണ്ടെങ്കിൽ ഇമ്പാക്ട് ഇരട്ടിയാകും. ഇംഗ്ലണ്ടിന്റെ ഗോൾഡൻ ജനറേഷന്റെ പീക്കിലാണ് അടുത്ത വർഷത്തെ ലോകകപ്പ്. കെയ്ൻ, സാക്ക, റൈസ്, പാമർ, റാഷ്ഫോർഡ് ലോകകപ്പ് നേടുന്നത് മാത്രമാണ് ലക്ഷ്യമെന്നും ടുഷേലും പറഞ്ഞു.